ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഇതേപോലെ ഇരുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പല തെറ്റുകളും കുറ്റങ്ങളും കാണും. അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതൊക്കെ തിരുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു യൂട്യൂബ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചാനൽ തുടങ്ങുന്നത് ഏകദേശം കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ്, നവംബർ 20. നവംബർ 20-ന് ചാനൽ തുടങ്ങിയ അന്ന് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഏകദേശം ഒരു 500 വ്യൂസും ആ ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഏതാണ്ട് 15 സബ്സ്ക്രൈബേഴ്സ് ആണ് ചാനൽ ഉണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ വലിയൊരു സന്തോഷമായിരുന്നു 500 വ്യൂസ് എന്നൊക്കെ അപ്പോൾ കണ്ടപ്പോൾ. ഈ 15 സബ്സ്ക്രൈബേഴ്സ് ഞാനും എൻ്റെ ഫ്രണ്ട്സും അതേപോലെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടി ചെയ്ത് ഉണ്ടായ സബ്സ്ക്രൈബേഴ്സാണ്. അങ്ങനെ പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് കണ്ടന്റ് ഇടുന്ന ആലോചിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ചാനൽ തുടങ്ങിയ അടുത്ത ആഴ്ച നാട്ടിലെ അയ്യപ്പൻ വിളക്ക് വരുന്നത്. നാട്ടിലൊരു ഉത്സവമാണ്. അപ്പോൾ അതൊരു കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ ഞാൻ 1-2 ഷോർട്സ് അതും ഇതേപോലെ തന്നെ 500 വ്യൂസും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ 1-2 ദിവസം കൊണ്ട് 500 വ്യൂസും കാര്യങ്ങളായി. പിന്നെ ഞാനൊരു ലോങ് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തു. ഈ ഉത്സവത്തിൻ്റെ തന്നെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഈ ഷോർട്ട് വ്യൂസ് കയറുന്ന പോലെ തന്നെ ഈ ഇതിന് എന്തായാലും പെട്ടെന്ന് വ്യൂസ് ആവൂല എന്നുള്ള കാര്യം അറിയായിരുന്നു. അങ്ങനെ ലോങ് വീഡിയോ ഞാൻ ഇട്ട് ഏകദേശം ഒരു 100 വ്യൂസ്, 150, 200 വ്യൂസ് ഒക്കെ ആയി. പിന്നെ അത് അങ്ങനെ വ്യൂസ് കാര്യങ്ങളൊന്നും കൂടുന്നില്ലായിരുന്നു. പിന്നെ പതുക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെയോ ഒരാഴ്ചക്കായി ഒരു 500 വ്യൂസ് ഒക്കെ ആയി. പിന്നെ ഒരു വീഡിയോ കൂടിയും ഞാൻ ഈ ഉത്സവത്തിൻ്റെ തന്നെ ഫുൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ആണ് 2 ദിവസം കൊണ്ട് 1K വ്യൂസ് ആയത്. ലോങ് വീഡിയോ വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ലോങ് വീഡിയോയ്ക്ക് അങ്ങനെ പെട്ടെന്ന് വ്യൂസ് കയറുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ 3-ാമത്തെ ദിവസം ആയപ്പോഴേക്കും 2K, 4-ാമത്തെ ദിവസം 4K, 5K, അങ്ങനെ പെട്ടെന്ന് ആ വീഡിയോ വ്യൂസ് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അടുത്തതായിട്ട് എന്തായാലും പെട്ടെന്ന് കണ്ടന്റ് ഇടണം, അല്ലെങ്കിൽ ആ വ്യൂസ് അവിടെ കുറയുമെന്ന് വിചാരിച്ച് അടുത്ത കണ്ടന്റ് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് നാട്ടിലെ ഞങ്ങളെ മാലിട്ട ടൈമായിരുന്നു. സ്വാമിമാരെല്ലാവരും കൂടിയിട്ട് ഒരു അമ്പലയാത്ര പോയിരുന്നു. അപ്പൊ അതൊരു കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ച് അതിന് പോയപ്പോൾ വീഡിയോയും കാര്യങ്ങളും സെറ്റാക്കി അതൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ 3-ാമത്തെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇട്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഷോർട്സ് ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ആ വീഡിയോക്ക് ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു വ്ളോഗ് പോലെയാണ് ചെയ്തത്. സത്യം പറയുകയാണെങ്കിൽ വലിയ വീഡിയോ അത്ര വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അതേപോലെ അതുകൊണ്ട് തന്നെ ആ വീഡിയോക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. 200, ഇപ്പോഴും അതിന് 300 ചില്ലറ വ്യൂസ് ആണ്. ഈ ടൈമിലൊക്കെ നമ്മുടെ രണ്ടാമത് അപ്ലോഡ് ചെയ്ത വീഡിയോ 9K, 10K, 11K അങ്ങനെ കയറി പോയിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ 41K വ്യൂസായി നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ചാനലിൻ്റെ വാച്ച് അവർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ YT സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ 1.7K, 1700 വാച്ച് അവർ. ഏണിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏണിങ്സിൻ്റെ YT സ്റ്റുഡിയോയിലെ ഏണിങ്സിൻ്റെ പേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് വാച്ച് അവർ ഏകദേശം 1600-ന്റെ അടുത്ത് എങ്ങാണ്ടാണ്, കറക്റ്റ് 1500 എത്രയാണ് അതായിട്ട് നിൽക്കുക. ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ടാണ്. ആ ഒറ്റ വീഡിയോ തന്നെ 1300, 1400 വാച്ച് അവർ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് വാച്ച് ടൈം ഉള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ വീഡിയോ ആണ് എൻ്റെ ചാനലിൻ്റെ തന്നെ വാച്ച് അവർ ഒറ്റയടിക്ക് ഗ്രോത്ത് ആയിട്ട്. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒറ്റയടിക്ക് ഇപ്പോൾ 400, 401 സബ്സ്ക്രൈബേഴ്സായി. ഈ സബ്സ്ക്രൈബേഴ്സ് കൂടാനും കാരണം ആ ഒറ്റ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ യൂട്യൂബേഴ്സ് അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്.
ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പല യൂട്യൂബേഴ്സും പറയുന്നത് കേൾക്കാം, ഒരു ചാനൽ തുടങ്ങി ഡെയിലി ചെറവറ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ തന്നെ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവും, പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടും എന്നൊക്കെയാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് അതിനോട് യോജിപ്പില്ല. നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഒരാഴ്ച എടുത്തോ 3 ദിവസം എടുത്തോ 4 ദിവസം എടുത്തോ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വൃത്തിയിലായിരിക്കണം. വൃത്തി ഞാൻ ഉദ്ദേശിച്ചത് നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈലിലെടുത്ത് എല്ലാം ക്യാമറയിലെടുത്ത് അപ്ലോഡ് ചെയ്യണം അങ്ങനെയല്ല. നിങ്ങളെ കയ്യിലുള്ള ഫോണിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്ന വീഡിയോയിൽ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുക, അല്ലെങ്കിൽ നല്ല എൻ്റർടൈൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള വീഡിയോ ആയിരിക്കണം. അപ്പോഴേ അതിന് വ്യൂസും കാര്യങ്ങളും കൂടുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അത് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി, നല്ല തംബ്നെയില്, അതേപോലെ തന്നെ ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ്, ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. പല പുതിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണാറുണ്ട്. ടൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ആ വീഡിയോക്ക് അതിൻ്റെതായ വ്യൂസും കാര്യങ്ങളും കുറവുമാണ് ഉണ്ടാവാറ്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂസ് കിട്ടുന്നല്ല, കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ ഇടാതെ നിൽക്കരുത്. വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത കണ്ടന്റ് കണ്ടെത്തി നിങ്ങൾ ഇടുക. എന്തായാലും ഒരു 1, 2, 3, 4 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ താനെ നമുക്ക് ഒരു നിശ്ചിത വ്യൂസ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് ഗ്രോത്ത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മുന്നേ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഓക്കെ, താങ്ക് യു.